UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു ജില്ലയാണ്. പക്ഷെ എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു ജില്ലയാണ്. അത് ഒരു തിരിച്ചുവരവിനുള്ള ഒരു തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോൾ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ വരുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ, UDF-ന് അനുകൂലമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. റാന്നി, കോന്നി, അതേപോലെ ആറന്മുള അടക്കമുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളൊക്കെ നമുക്ക് ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഞങ്ങൾ 5-ൽ 5 സീറ്റും ഇവിടെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഡീൽ വിവാദമൊക്കെ സജീവമാണ്. രാഹുൽ ഗാന്ധി എല്ലാത്തിനും ഇന്ന് മറുപടി പറയായിരിക്കും അല്ലേ? അത് രാഹുൽജി പറയേണ്ട കാര്യമാണ്. അദ്ദേഹം എന്താണ് മറുപടി പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറയും. അന്നേരം നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കേൾക്കുവാൻ കഴിയും. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ ജില്ലയിലെ കോൺഗ്രസ് പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ. വളരെ നന്ദി പ്രകാശ് ചേട്ടാ. ഇപ്പോൾ UDF കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശാണ് നമ്മളോടൊപ്പം ചേർന്നത്. അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ പത്തനംതിട്ട ജില്ലയിലേക്കുള്ള വരവ് അതൊരു ചെറിയ കാര്യമല്ല. കാരണം ആറന്മുള, റാന്നി, കോന്നി, അടൂര്, തിരുവല്ല അടക്കമുള്ള മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ഇളക്കം, അതിലൊരു ആത്മവിശ്വാസം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് പകരാൻ അത് രാഹുൽ ഗാന്ധിയുടെ വരവും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും സഹായിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ നിൽക്കുന്നത് ദിലീപ് കുമാർ അടൂരിലാണ്. ഇന്നലെ നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹം പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ, നീലടക്കമുള്ള പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ മറുപടി പറഞ്ഞിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് എത്തുമ്പോൾ പലതരത്തിലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള മറുപടി, അതേപോലെ തന്നെ ഏറെക്കാലമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ചർച്ചയാകുന്ന നീൽ വിഷയത്തിൽ മറുപടി, ശബരിമല തൊട്ടക്കുള്ള ആരോഗ്യരംഗത്തെ വീഴ്ചകൾ, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയുടെ ജില്ല കൂടിയാണ്, അവിടുത്തെ വീഴ്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയമായ ഒരു പ്രസംഗം രാഹുൽ ഗാന്ധി അടൂരും പത്തനംതിട്ടയിലും നടത്തും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ദിലീപ് കുമാർ. UDF ക്യാമ്പിന് ആവേശമായി ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ പ്രചാരണം നടത്തും. വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ഷഫീദ് റാവുത്തറ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.